സർക്കാർ പരിപാടികളിൽ സംസ്ഥാന ഗീതമായ തമിഴ് തായ് വാഴ്ത്ത് ആലപിക്കുന്നതിന് പ്രത്യേക പ്രോട്ടോകോൾ കൊണ്ടുവരാനുള്ള പ്രമേയം തമിഴ്നാട് നിയമസഭ ഐക്യകണ്ഠേന പാസാക്കി. മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വിജയ് അവതരിപ്പിച്ച പ്രമേയത്തിലാണ് നിർണായക തീരുമാനം. മാതൃഭാഷ അമ്മയെപ്പോലാണെന്നും തമിഴ് തായ് വാഴ്ത്തിന് അതിനപ്പുറമുള്ള സ്ഥാനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തമിഴ് ഭാഷയുടെ മഹത്വത്തിന് തിരുക്കുറയ്ക്കൽ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങളിൽ സംസ്ഥാന ഗീതത്തെക്കുറിച്ച് പരാമർശിക്കില്ലെന്നും തമിഴ് തായ് വാഴ്ത്തിന്റെ കാര്യത്തിൽ സർക്കാർ പിന്നോട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അടുത്തിടെ മനോന്മനീയം സുന്ദരനാർ സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ തമിഴ് തായ് വാഴ്ത്തിന് 3ാം സ്ഥാനമാണ് നൽകിയതെന്ന ആരോപണം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന ഗീതത്തിന്റെ ആലാപനവുമായി ബന്ധപ്പെട്ട വ്യക്തമായ നടപടിക്രമം കൊണ്ടുവരാനുള്ള സർക്കാർ നീക്കം. തമിഴ് ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പാരമ്പര്യവും ഉയർത്തിപ്പിടിക്കുകയാണ് പ്രമേയത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. 1970 മുതൽ ഔദ്യോഗിക ചടങ്ങുകളിൽ തമിഴ് തായ് വാഴ്ത്ത് ആലപിച്ചു വരുന്നുണ്ട്. 2021 ഡിസംബർ 12 മുതൽ ഇതിന് സംസ്ഥാന ഗീതമെന്ന ഔദ്യോഗിക പദവിയും ലഭിച്ചു. 2026 ജൂലൈ 9 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന ഗീതവുമായി ബന്ധപ്പെട്ട് നടത്തിയ നിരീക്ഷണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചത്. ഇനി സംസ്ഥാന സർക്കാരും സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളും നടത്തുന്ന ഔദ്യോഗിക പരിപാടികളിൽ തമിഴ് തായ് വാഴ്ത്തിന് മുൻഗണന ഉറപ്പാക്കുന്നതിനുള്ള ഏകീകൃത പ്രോട്ടോകോൾ നടപ്പിലാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിലെ ചടങ്ങുകൾക്കും ഇത് ബാധകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.